മാല മാലല്ല മാല വണ്ടി മെയിൻ റോഡ് മലപ്പുറം ചുറ്റിയിലേ ഒരു തീപ്പണിക്കും വേണ്ട ഒരു തീ കൊള്ളിക്കും വേണ്ട ഇവൻ മൊത്തക്കാലും തീവണ്ടിയാ ഒരു കണ്ണാടിക്കും വേണ്ട ഒരു സംഗതിക്കും വേണ്ട ഇത് പാടം തെറ്റും ഒരങ്ങോട്ട് പോയി ചുണ്ടിച്ചട്ടി കത്ത് അമ്മേ ഓ ചത്ത് 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 ആരാ ഓടിക്കുന്ന നോക്കണം അതുകൊണ്ടാ പേടി ആടെ പോയി കിടക്കുന്നത് അത്ര പോലീസുകാരാ അയ്യോ അവിടെ കിടന്നെങ്കിൽ ഓഫാക്കിട്ടോ വേണമെങ്കിൽ ചേട്ടനോ എടുക്കണ്ട ഞാൻ സുനിന്റെ ക്ലോസപ്പ് എടുക്കാൻ നിൽക്ക നമ്മളിന്ന് പോകുന്നത് കടാപ്പുറത്ത് കാറ്റുകൊള്ള അമ്മച്ചി പവർ ബാങ്കിലാണ് പ്രാന്ത പവർ ബാങ്കിൽ എടുത്തിരിക്കുന്നു ശരിക്കും പവർ ബാങ്ക് വെച്ചാ ഞാൻ എന്താക്കാനാ ഞാൻ വിചാരിച്ചു ഞാൻ കീസിലെ പവർ ബാങ്ക് കിട്ടിയിരുന്നു ഓ മൈ ഗോഡ് സ്റ്റോപ്പ് നിർത്തടാ എൻ്റെ അമ്മച്ചി പോയി കുറച്ചാലോ കടുക്കാം ചാവിയൊന്നും ഇരൂ അയ്യോ എടുക്ക് എന്തോ കണ്ണടക്കുണ്ടോ നീ ഉദ്ദേശിച്ച സാധനം സുനി വീഡിയോ ഇടങ്ങി ഗ്രൂപ്പിലൊന്ന് ഓടിച്ചു പക്ഷെ കണ്ണട വെച്ചിട്ട് കിടക്കുന്നത് എന്തിന് ആവശ്യമില്ല അല്ല അതിലൂടെ ഇറങ്ങിയാൽ പോരെ അതിലൂടെ അങ്ങനെ പോയപ്പോടാ ഇപ്പൊ സൂനി ഊരി അടിച്ചു കുനിക്കട്ടെ നല്ല സുഖമായിക്കില്ലേ എന്തെന്ന് സംഭവം എന്താ വെച്ചാല് അരവിന്ദിന് കൈ കൊടുക്കടാ ചവിട്ടി പൊട്ടിച്ചാൽ കാലിയാൻ പറ്റും കേട്ടോ കാലിയാൻ പറ്റും ചവിട്ടി പൊട്ടിച്ചാൽ എന്റെ പുത്തൻ ഡ്രൈവർ കയ്യാ ഇതൊക്കെ ഞങ്ങളോട് പറഞ്ഞത് എന്തിനാ എടാ സുഭാഷിനെ പിടിച്ച് കേട്ടടാ കേറി കാഴ്ച കാണല്ല വീഡിയോ എടുക്കണ പട്ടി ഞാൻ എടുക്കും അയ്യേ ഒച്ചയ്ക്ക് കെട്ടി വന്നാല് ഒച്ചയ്ക്ക് വഴി വെട്ടി വന്നവനാടാ ഞാൻ എന്താ അവിടെ ഒന്നും ഇല്ല കേറി അതിനോട് കേറി വരണോ അവിടെ പിടിച്ചിങ്ങനെ എന്നെ തല്ലിയ കൊല്ലു ബാ മോനെ ബാ മേലോട്ടാ പക്ഷെ ഇവിടെ കേറി വരണോ എത്ര പറയാനുള്ളൂ ഏടാ ഇല്ല ഞാൻ വ്ളോഗിങ് ഇല്ല സോറി അതൊക്കെ ഇത്രേ ഉള്ളൂ ഞാൻ ഇങ്ങോട്ട് കയറുവാ എന്നിട്ട് ബാക്കി പറയാം ഞാൻ നിർത്തൂല ഈ കയറുന്നവരെ ഞാൻ നിർത്തൂല കേറി വേണ്ട എങ്ങനെ അല്ല എങ്ങനെ എനിക്ക് ഓരെങ്ങനെ കേറുന്നത് എനിക്ക് അറിയണത് വാ ഇവിടെ അങ്ങോട്ട് ഇതാകാനാവില്ല ചാടാനാവൂല ആടെ പോയി ഇറങ്ങാം അപ്പുറത്ത് പോയി ഇറങ്ങാം ഇല്ലാത്ത ഗൗരവം കാര്യങ്ങളൊക്കെ എന്താന്ന് എനിക്കറിയാ നമുക്ക് പട്ടി എന്തൊക്കെയോ വരുത് ഓൻ വരട്ടെ മതിയോ കേറി ഒറ്റ വഴി അപ്പുറത്തോട് ചാടി വരാതെ
വാ സുഭാഷേ കേറിയാ കേറട്ടെ വാ സുഭാഷ് ചേട്ടൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുന്നത് കൈ പിടിച്ചു തരാം കേറിക്കോ. ആ അതിപ്പോ ആടുന്ന് വീടിക്കണ്ട് എടുത്തോണ്ട് വരെ ഇവൻ പോവും ഞാൻ പറിക്കൂ ആ താക്കോലി കണ്ട സുഭാഷ് ചേട്ടൻ അവിടെ റെസ്റ്റ് എടുക്കട്ടെ ഞാനിവിടെ കിടക്കട്ടെ. ഫോട്ടോ അടിച്ചു തരുമോ? എങ്ങനെ ഫോട്ടോ ആയിക്കോട്ടെ. ഗെയ്സ് നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മൾ 2 വണ്ടിയും നടുവിൽ വെച്ച് ഒരു പൊട്ടനെയും വെച്ച് എടുക്കുകയാണ് ഗെയ്സ്. ഫോട്ടോ എടുക്കണം പ്ലീസ്. നല്ല പോലല്ലേ ബുക്ക് എടുക്കണം. ഫോട്ടോ എടുക്കണം. ഫോട്ടോ എടുക്കണം. ആ അങ്ങനെ പറ. അപ്പൊ ഗെയ്സ് മാറിക്കടാ എടുത്ത് മാറ്റാ കൈ എടുക്കടാ. കുയ്യുന്നുണ്ട് മോന്താന്ന് നോക്കി. ഇത് നോക്ക് അതല്ലേ സെന്ററിലിട് ഞാൻ പറയുന്നത്. ഞാൻ ഇടാത്ത നിങ്ങൾ 2 എണ്ണം കൂടി എടുത്തിട്ട് എടാ സെന്ററിലിട്ടാ വണ്ടി ഒന്നായിട്ട് താവൂലടേ. കുറുക്കരെ പോലെ സാരത്തെ പോയി കിടക്കുന്ന ഇവൻ ഇങ്ങനെ കണ്ണടക്ക് വെച്ച് നിൽക്കാൻ ഒരു കാര്യമുണ്ട്. നിങ്ങൾ അങ്ങോട്ട് നോക്കിയാൽ മനസ്സിലാവും. ഏത് കോഴി ഓൺ വർക്ക് മറ്റേത് പിടിക്കണോ? ഇത് കണ്ടില്ല ഞാൻ ഗേസ്. എന്ത് മീനാന്ന് എനിക്കറിയില്ല. സോറി എന്ത് മീനാന്ന് എനിക്കറിയില്ല. പക്ഷെ നല്ല ചൂണ്ടി ചത്ത സാധനം. അപ്പൊ ഗേസ് നമ്മളിപ്പോൾ ഉള്ളത് എന്ന് പറയുന്നത് മരണപ്പെട്ടു. അയ്യോ പീഡിപ്പിച്ചു വെച്ചാൻ തോന്നുന്നു. രാജു പോയിന്റ് കളി കുറച്ച് കൂടുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കടാപ്പുറത്താണ് ഗേസ്. കടാപ്പുറത്ത്. അപ്പം ഞാൻ പറഞ്ഞ സ്ഥലം ഇവിടെ എത്തി. ഞാൻ പറഞ്ഞ സ്ഥലമൊന്നുമില്ല. ഇവിടെ ആൾറെഡി എത്തിയിട്ടുണ്ട്. പക്ഷെ നല്ല സ്ഥലം കിട്ടും. നല്ല സ്ഥലം നല്ല കടപ്പുറം. ഞാൻ ഇനി കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി കളിച്ചിട്ട് വരാം. ബൈ ബൈ. എന്ത് നമ്മൾ വെരി സ്ട്രോങ് കാല്. കോഴി വറക്ക അങ്ങോട്ടോ നോട്ടോ. പറയുന്ന കേട്ടാ തോന്നും ഇപ്പം ഭയങ്കര ഡോണാണ്. ദേശറി പിള്ളേർ പോയി അടിക്കുന്ന കാര്യമാണ് മച്ചാൻ പറയുന്നത്. എന്താണ് എന്താട്ടാ മസിൽസ്. ഓ മൈ ഗോഡ് ബൈസെപ്സ്. ഇതാണ് നമ്മളെ കടൽ വെള്ളം. കാലുമിലാവുന്നു കടലും വെള്ളമൊക്കെ വിവരം വേണ്ട. നമ്മളൊന്നും പറയുന്നില്ല. ആരൊക്കെ പട്ടൊക്കെ പുറത്താൻ വരുന്നുണ്ട്. അതുകൊണ്ട് അവരുടെ ഏകാന്തതയും ആറ്റിറ്റ്യൂഡ് കിങ് നോക്ക്. ആറ്റിറ്റ്യൂഡ് കിങ്ങടാ നോക്ക്. ആറ്റിറ്റ്യൂഡ് കിങ്ങിന് നോക്കടാ. പണ്ട് മറ്റേ ഇയാളുടെ വേറെന്തായാലും വാസ്കോഡ ഗാമ വന്ന കപ്പലാണ്. അല്ല വന്ന ബോട്ടാണ്. അത് ഇത്ര കാലമായിട്ട് എന്നും പറ്റാണ്ട് അവിടെ ഇങ്ങനെ ഇവർ സൂക്ഷിച്ച് വെച്ചത്. അതാണ് ഈ നാട്ടിലെ മെയിനായിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നീടുള്ള ബോട്ടുകളൊക്കെ നമ്മൾ നോക്കിയാൽ ആ വാസ്കോഡ ഗാമ വന്ന ബോട്ടിന് ശേഷം വന്ന ബോട്ടാണ് ആ അറ്റത്ത് നിങ്ങൾ കാണുന്നത്. ആ അതായത് വാസ്കോഡ ഗാമ കാല് കുത്തിയതിന് ശേഷം ഫസ്റ്റ് വന്ന ബോട്ടാണ് യമഹ. ആദ്യം യമഹയാണോ അതെനിക്കറിയാം. അതിൻ്റെ ബ്രാൻഡ് എനിക്കറിയില്ല. പിന്നെ അക്കാണുന്ന ബോട്ട് കണ്ടോ? അതാ ഈ കല്ലിൻ്റെ ഇടുക്കിലൊരു ബോട്ട്. അതാ ആ ബോട്ട് എന്ന് പറയുന്നത് അതിലൊരു ചരിത്ര പ്രധാനമായ കഥയാണ്.
ആ കഥ ഞാനിപ്പോ പറഞ്ഞു തരണോ? വേണ്ട, ആവശ്യമില്ല. പറയണേ, ഞാൻ പറയാം. പറയണ്ട. സംഭവം ഞാൻ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവനില്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി പറയാൻ കുറച്ച് ടൈം എടുക്കും. അതുകൊണ്ട് വേണ്ട. വാസ്കോഡ വാങ്ങുമ്പോൾ അന്നേരമുള്ള ബോട്ട് ആ സാധനം വാസ്കോഡ ഗാമ. ഈ വ്ളോഗ് എടുക്കുന്ന ഈ മഞ്ഞയും കറുപ്പ് ഇട്ടവൻ കണ്ടപ്പരം കൂടിയിട്ട് 3 കൊല്ലായി. 3 കൊല്ലായി. 10 +1 +2 ഡിഗ്രി. 4 അല്ലല്ലോ, 4 ഇയർ ഡിഗ്രി. 4 ഇയർ ഡിഗ്രി ഇവനെപ്പറ്റി ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക. അതിൻ്റെ എല്ലാ എനിക്ക് മാറ്റങ്ങൾ എനിക്കുണ്ട്. അതെ 4 ഇയർ ഡിഗ്രി ഇവനെ ഞാൻ പഠിപ്പിച്ച് ഇവനെ ഞാൻ പാസ്സാക്കും. പാസ്സാക്കിയില്ലെങ്കിൽ ഇവൻ്റെ വീട്ടിൽ നിന്ന് തന്നെ ചട്ടുകം പതിപ്പിച്ച് ഇവൻ്റെ കാലിൽ ഞാൻ വെക്കും. ഓക്കെ, അപ്പോൾ ശരി എന്നാ, പിന്നെ കാണാം. ബൈ. അടുത്ത ഇവന് ഇത് തന്നെയാണ് പണി. ഓനെ കേട്ടോ, ഒന്ന് ഫോൺ തരും. ഈ ആറ്റിറ്റ്യൂഡ് ഒക്കെ കണ്ട വിചാരിക്കുമ്പോൾ വലിയ എന്തോ സംഭവമാണ്. അതാണ് സത്യം. ആ കണ്ണട ഊരിയാ മനസ്സിലാവും എങ്ങോട്ടാ നോക്കുന്നതിന്. അല്ലേ? അതാ കണ്ട ആ ഒരു സാധനം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഗൈസ്, ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. ഒരു വൈക്കായി. എൻ്റെ ഫോട്ടോ കിട്ടിയിട്ടില്ല. അതെപ്പോഴത്തേം പോലെ എൻ്റെ ഫോട്ടോ കിട്ടിയിക്കെന്ന് ചോദിച്ചാൽ രണ്ടാളും കൂടി ആയിഷ എന്നുള്ള ബോട്ടിൻ്റെ ആയിഷ എന്നുള്ള പേര് മധ്യത്തിൽ വെച്ച് ഒരു സംഭവം പരിപാടി എഴുതി ഞാൻ സ്റ്റോറി വരുമ്പോൾ കാണാം. വലിയ രസം എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ സ്റ്റോറി ആണെങ്കിൽ ഞങ്ങളെ സ്പോട്ടിൽ തന്നെ ഡിലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നടന്നു വരുന്ന വയ്ക്കൊരു സാധനം കണ്ടിട്ട് ഞങ്ങൾ കാണിച്ചു തരാം. എന്താണിത്? സാധനം സ്റ്റാർ ഫിഷ് എടുക്കൂ. സുനി കയറി കൊടുക്കൂ. ശരിയെന്നാ പിടിച്ചോ. അതുകൂടി എടുത്തോ. വീഡിയോ അത് ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അടുത്തേലും വീഡിയോ കാണാം. ബൈ. ഹലോ ബൈ. സുനി എന്തോ ഒന്ന് കണ്ടുപിടിച്ച്. എന്തെന്നാണിത്? പച്ചാതി എന്താണിത്? കുഞ്ഞു മനസ്സാ.